It was a miracle. It was a miracle. It was a miracle. ഈ ഒരു പർട്ടിക്കുലർ കേസ് സ്റ്റാൻഡ്സ് യുണീക്ക്. 75 മിനിറ്റ്സോളം CPR കൊടുത്തൊരു പേഷ്യന്റിന് എക്മോ ഇനിഷ്യേറ്റ് ചെയ്യണമായിരുന്നു ആ കോള് വന്നത്. ഒരു 70 മിനിറ്റിന് മേലേക്ക് CPR കൊടുത്തിട്ട് നമ്മൾ എക്മോയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ വി മേ ഹാവ് എ അലൈവ് പേഷ്യന്റ്, ബട്ട് ബ്രെയിൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. സൗത്ത് കേരള, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ ട്രാൻസ്പോർട്ടിംഗ് എൻ എക്മോ പേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ. ഈവൻ ആ 5 മിനിറ്റ് ആണെങ്കിലും ആ 5 മിനിറ്റ് ആ പേഷ്യന്റ് ആംബുലൻസിൽ ഇരിക്കുമ്പോൾ എനിത്തിങ് ഹാപ്പൻ. പേഷ്യന്റ് ICU നമ്മൾ റിസീവ് ചെയ്യുകയും ഓവർനൈറ്റ് മോണിറ്റർ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലൊരു സംശയമായിരുന്നു. ആക്ച്വലി ഒരു സർപ്രൈസ്, ഒരു മിറക്കുലസ് ഐ ഓപ്പണിംഗ് ആണ് ഞാൻ അവിടെ കണ്ടത്. It was a miracle. It was a miracle. It was a miracle. ഈ പറഞ്ഞ 75 മിനിറ്റ് CPR കഴിഞ്ഞൊരു പേഷ്യന്റ് ആശുപത്രിയിൽ നടന്നു പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. ഇതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. A very happy day to start with, especially an inspiring day, because this is not the first time we are doing ECMO in PRS. PRS എനിക്ക് ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് നമ്മൾ ECMO ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ കേസ് സ്റ്റാൻഡ്സ് യുണീക്ക്. ഇതിൽ ഒത്തിരി റീസൺസ് ഉണ്ട്. ഐ തിങ്ക് one fine day we got a call in the noon from a hospital in Trivandrum. ഒരു പോസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, കാർഡിയാക് അറസ്റ്റ് വന്നു. 75 മിനിറ്റ്സോളം കാർഡിയോപൾമറി മസാജ് CPR കൊടുത്തൊരു പേഷ്യൻറ്റിന് എക്മോ ഇനിഷ്യേറ്റ് ചെയ്യണമായിരുന്നു ആ കോള് വന്നത്. ഇറ്റ് വാസ് എ വെരി ടഫ് കോൾ ബിക്കോസ് യൂഷ്വലി ആസ് പെർ ഗൈഡ് ലൈൻ നമുക്കൊരു 20 to 40 മിനിറ്റ്സോളം വരുന്ന സമയത്ത് നമ്മൾ എക്മോ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ബട്ട് ദിസ് കേസ് വാസ് എ യങ് മെയിൽ, ലെസ് ദാൻ 50 years, 75 minutes of CPR in an angiogram suite. And the doctors who referred were very confident that their CPR was of very high quality. So it was a very tough decision to make. So when such situation come, always we should go for help, go for the expert opinion. So that's when I thought of calling Dr. Azim. Dr. Azim is our consultant cardiac surgeon, he's our ECMO specialist. So the call was given to Azim to ask whether നമുക്ക് ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ നമുക്ക് എക്മോന് വേണ്ടി എക്മോ ഇതിനകത്ത് ക്രൈറ്റീരിയയിൽ പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. സോ ഡോക്ടർ അസീം വാസ് ഗിവിങ് ഹിസ് ഒപ്പീനിയൻ. ഇറ്റ്സ് ലൈക്ക് ഇൻ ഹോസ്പിറ്റൽ അറസ്റ്റ് ഇൻസൈഡ് എ കാത്ത് ലാബ്, ഈവൻ ദോ ഇറ്റ് ഈസ് 75 minutes of CPR, he is young, why not we give a try? So that's where it all started. 75 minutes CPR, usually what is the expected prognosis when a patient is having? The guidelines say if you are planning ECMO, നമ്മുടെ എക്മോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാൽ വിത്തിൻ 20 minutes നമ്മൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ വിത്തിൻ 2 to 5 minutes ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയർ അല്ല. സോ ഇഫ് യു സ്റ്റാർട്ട് ദ പ്രോസസ് വിത്തിൻ 20 minutes, ഒരു 40 minutesനകത്ത് ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയാൽ ദ ഔട്ട്കം വിൽ ബി ഗുഡ്. 40 മിനിറ്റിനകത്ത് എക്മോ സ്റ്റാർട്ട് ചെയ്ത പേഷ്യൻസിനെല്ലാം ഒരു 50 to 60% ബ്രെയിൻ റിക്കവറി കിട്ടിയിട്ടുണ്ട്. സോ എല്ലാ സ്റ്റഡീസും എല്ലാം തെളിയിക്കുന്നതും എക്മോ തുടങ്ങാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ 20 മിനിറ്റ്സിനകത്ത് തന്നെ എക്മോ കോള് കൊടുക്കുക, 40 മിനിറ്റ്സിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്യുക. ബട്ട് ഈ കേസിൽ 75 minutes കാർഡിയോപൾമറി മസാജിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി എക്മോ കോള് തരുന്നത്. സോ ദാറ്റ് വാസ് എ ഡിഫറെന്റ് വൺ. ഈ സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് പോസ്റ്റ് കാർഡിയാക് അറസ്റ്റിലെ ഇവന്റ് ആണ്. പോസ്റ്റ് കാർഡിയാക് അറസ്റ്റിന്റെ ഇവന്റ് ഇൻ ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് ആണ്. ഒരു ഇൻ ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് ആണ്. കാർഡിയാക് അറസ്റ്റ് സാധാരണ ഒരു നോർമൽ പേഷ്യൻസ് 30 minutesന് മുകളിൽ നമ്മൾ സാധാരണ പ്രൊലോങ് ചെയ്യില്ല. പക്ഷേ ഇതൊരു യങ് പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ്ലി ആൻജിയോപ്ലാസ്റ്റിക് എടുത്തൊരു പേഷ്യൻ്റ് ആണ്. അപ്പം ആ ഒരു പേഷ്യൻറ്റിന് നമ്മളൊരു CPR കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പേഷ്യൻ്റെ കണ്ടീഷനും ഏജും കൺസിഡർ ചെയ്തിട്ടാണ് ഇത്രയും പ്രൊലോങ് ചെയ്ത് പോവുകയും എക്മോയിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് നമുക്കൊരു കോൾ വരികയും ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അപ്പം ഇതിനകത്ത് even though I took the call, my difficult part was I am deviating from the guideline. So normal ഒരു ഗൈഡ് നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുമ്പോൾ never hesitate to go for an expert opinion. So we have an ECMO consultant and ECMO expert Azim. So that's when I made a call to him to ask, സാറിനോട് വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റ് 75 minutes ആയി, നമുക്ക് ആ കേസ് വേണമോ ഡിഫർ ചെയ്യണമോ എന്നുള്ളൊരു വലിയൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ്
നമ്മൾ ഇത് എക്മോ എല്ലാം ചെയ്തിട്ട് ഹാർട്ട് ഇമ്പ്രൂവ് ആയി, ബ്രെയിൻ ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ വി വിൽ ഹാവ് എ പേഷ്യൻറ്റ് വിത്ത് എ ബീറ്റിംഗ് ഹാർട്ട് ബട്ട് എ ഡെഡ് ബ്രെയിൻ. That's the last thing we want in an hospital. So that's when the call was given to Dr. Azim. So he made the decision on that. ഈ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എക്മോ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പല റീസൺസും ഉണ്ടായിരുന്നു. ഒന്ന് പേഷ്യൻറ്റിൻ്റെ ഏജ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിറ്റ്നസ് കാർഡിയാക് അറസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ് വിത്ത് വെരി ഗുഡ് കാർഡിയോപൾമണറി മസാജ് എന്ന് മാത്രമല്ല, വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഓഫറിങ് എക്മോ ഇസ് ദാറ്റ് യു ഹവ് ഗോട്ട് എ റിവേഴ്സിബിൾ കണ്ടീഷൻ. നമ്മൾ എക്മോയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഓർഗൻ റിക്കവറി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വേണം. ഈ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിൽ പുള്ളിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഒരു പ്രോബ്ലം ഉണ്ടായി. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് കാർഡിയാക് അറസ്റ്റ് വന്നതും. പക്ഷേ വീണ്ടും കാത്ത് ലാബിലോട്ട് കൊണ്ടുപോയി ആ പ്രോബ്ലം റിസോൾവ് ചെയ്തു. സോ അത് കാരണം പുള്ളിക്ക് വേറെ ഓർഗൻസിനൊന്നും ഡാമേജ് ഇല്ല. പുള്ളിയുടെ ഹാർട്ടിനും ഒരു അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് വന്നതല്ലാതെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് കാരണം ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് 100% ആയിട്ട് പറയാൻ പറ്റും ഒപ്റ്റിമലായിട്ട് നമ്മൾ ഓർഗൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്തെടുക്കാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ബ്രെയിൻ ഇഞ്ചുറിയാണ്. ഒരു 70 മിനിറ്റിന് മേലേക്ക് CPR കൊടുത്തിട്ട് നമ്മൾ എക്മോയിലോട്ട് കണക്ട് ചെയ്യുമ്പം ഡോക്ടർ നവീൻ നേരത്തെ പറഞ്ഞതുപോലെ വി മേ ഹാവ് എ അലൈവ് പേഷ്യൻറ്റ് ബട്ട് ബ്രെയിൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗിവൺ ദ ഫാക്ട് ദാറ്റ് ഹി ഈസ് ഓൺലി 48 years old, he is a young man with no other comorbidities. That is the reason why we decided to go ahead with ECMO for this patient, expecting a good result. എന്ന് മാത്രമല്ല, നമുക്ക് റെഫർ ചെയ്ത ഹോസ്പിറ്റലിലത്തെ ടീം ഡോക്ടർ സുജീഷ് ആൻഡ് ഡോക്ടർ ഷിഫാസ്, they have done a good job with providing very good cardiopulmonary resuscitation, which ensuring that the patient's blood pressure was at an appropriate level throughout the period of cardiac arrest. That made a big difference to the final outcome. So I think that was one of the most appreciating part. കാരണം 75 minutes എന്ന് ഞാൻ അവർ ആദ്യം എന്നോട് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ 75 minutes അല്ലേ, എക്മോന്റെ ആവശ്യമുണ്ടോ, വിൽ ദ ബ്രെയിൻ ബി ഡാമേജ്? സോ ദേ വർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് the CPR quality was so good. So at times we need to trust our colleagues. So that's one lesson which even we learned, that we need to trust our colleagues in case of such situation. The call was given at 1:30 PM in the noon. 1:30 PM ഒരു എക്മോ കോൾ കിട്ടുമ്പോൾ when I called Dr. Asim, in 20 minutes Dr. Asim managed to be there. So by 1:50 PM Dr. Asim was there in the hospital to assess the patient. He made a quick assessment and within 2 minutes he called me back and said, yes, this patient can be taken up for ECMO. So അടുത്ത നമ്മൾ ഏറ്റവും വലിയ ചാലഞ്ച്, the entire team with all the equipments need to reach from our hospital to that referral hospital. So ഇത് ഒരാളല്ല, ഇതൊരു ഹ്യൂജ് ടീമാണ് ഇതിന് വേണ്ടത്. So I had to make a call to Dr. Mithun. He's from the management side because this requires a lot of cost involved. Transporting a very expensive machine, adinte kits, equipments, everything cost around 3 to 4 lakh rupees. The kit alone, the machine is very expensive, that costs around 75 lakh rupees. A lot of cost involved, and the management and avadannulla oru push aanu nammala gives the confidence to move forward. So from the management side, they said, yes, please go forward, young patient, whatever you can do. The main challenge was, luckily the hospital was only a few kilometers from PRS. So our only concern was how to shift the patient. We can give the equipment, we can give the staff and the kit and everything, but how safe is the shifting? So even 5 minutes ആണെങ്കിലും ആ 5 മിനിറ്റ് ആ പേഷ്യൻ്റ് ആംബുലൻസിൽ ഇരിക്കുമ്പോൾ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം, അത് ഡീകാനലേഷൻ ഉണ്ടാവാം. സോ അത് ഐ തിങ്ക് ദ ക്രെഡിറ്റ് ഹാസ് ടു ഗോ ടു ഡോക്ടർ ആശിഷ്, who arranged pickup and transport of the patient and safely, and Dr. Naveen, this is the first time an ECMO patient has been transported in Kerala? Yeah, in South Kerala, this is the first time we are transporting an ECMO patient from hospital to hospital. Such instances can happen in the future also, and we are also discussing with the police authorities whether a green channel can be given to patients
ഇപ്പോൾ വെന്റിലേറ്റർ പേഷ്യൻ്റ് പോകുമ്പോഴൊക്കെ നമ്മൾ പോകുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ക്രിട്ടിക്കലാണ് ഒരു പേഷ്യൻ്റ് എക്മോ പേഷ്യൻ്റ് നമ്മൾ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇൻ ദ ഫ്യൂച്ചർ വി ആർ തിങ്കിങ് ഓഫ് ഹാവിംഗ് ഗ്രീൻ ചാനൽ കോറിഡോർ ഫോർ ഷിഫ്റ്റിംഗ് എക്മോ പേഷ്യൻസ് ഇൻ എ സേഫ് വേ. ഓർ ടു ഡോക്ടർ ആശിഷ് ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ആക്ച്വലി ഈ പേഷ്യൻറ്റിനെ എടുക്കുമ്പോൾ സാധാരണ ഒരു വെന്റിലേറ്റർ പേഷ്യൻ്റ് നമുക്കറിയാം. ആ പേഷ്യൻ്റ് എടുക്കുമ്പോൾ അതിനകത്ത് മെക്കാനിക്കൽ വെന്റിലേറ്റർ ഉണ്ടാവും, അതിൻ്റെ ട്യൂബിങ്സ് ഉണ്ടാവും, ആ പേഷ്യൻറ്റിന് BP ആവശ്യം ഉള്ള സപ്പോർട്ട് ചെയ്യാൻ മെഡിസിൻസ് ഉണ്ടാവും, സെഡേറ്റ് ചെയ്യാൻ ആ പേഷ്യൻറ്റിന് ഇടയ്ക്ക് കോൺഷ്യസ് ആവുകയാണെങ്കിൽ അതിനെ സെഡേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഫുൾ ICU ആണ് ആ ആംബുലൻസിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് അതിനേക്കാൾ ഹയർ എൻഡ് ആയിട്ടുള്ള എക്മോ പേഷ്യൻറ്റും കൂടെ ഉള്ള ഒരു പേഷ്യൻറ്റ് നമ്മുടെ ഒരു ആംബുലൻസിൽ ഒരു ഈവൻ ദോ ഇറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്റ്റൻസ്, നമുക്ക് ആ ഷോർട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനാണെങ്കിൽ പോലും അതൊരു ഹൈ എൻഡ് ICU ആണ് നമ്മൾ ആ ആംബുലൻസിനകത്ത് സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ താങ്ക്സ് ടു ഡോക്ടർ മിഥുൻ ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ആംബുലൻസിനകത്ത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ തന്നു. പക്ഷേ ആ ഒരു ഷിഫ്റ്റിൻ്റെ ഇടയിൽ പേഷ്യൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാർഡിയക് അറസ്റ്റ്, പേഷ്യൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള അർട്ട്മിയ, ഹൃദയം എന്തെങ്കിലും വ്യത്യാസം വരിക, പേഷ്യൻറ്റ് ഡീകാനലേഷൻ വഴി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ബ്ലീഡിങ്, പേഷ്യൻറ്റിന് പെട്ടെന്ന് കോൺഷ്യസ് ആവുകയോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് ലൈക്ക് മൂവ്മെൻറ്റിൽ ഉണ്ടാവാൻ പറ്റുന്ന ഈ ലൈൻസിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം ആക്ച്വലി വലിയൊരു ഡിഫിക്കൽട്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഒരു സിംഗിൾ പേഴ്സൺ കാരണം ഒരു ട്രാൻസ്പോർട്ടിന് പറ്റുന്നതല്ല. അതിനൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ഇൻറ്റൻസിവിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു, എക്മോ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, പെർഫ്യൂഷനിസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഈ ഒരു വലിയ ടീം ആ ഒരു ചെറിയ ആംബുലൻസ്, ആ ഒരു വലിയ ആംബുലൻസിനകത്ത് ഒരു ഫുൾ എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു ആംബുലൻസിനകത്താണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക് വളരെയധികം കൂടുതലായിരുന്നു ആ സമയത്ത്. പക്ഷേ വി ആർ എക്യുപ്ഡ് വിത്ത് ദാറ്റ്. ഇതിനകത്തുള്ള രണ്ട് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, the moment we initiated the ECMO call, Dr. Ashish made sure the entire thing was ready in 7 minutes. 1:52 PM നമ്മൾ ECMO സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ 2 PM PRSൽ നിന്നും ആംബുലൻസ് വിത്ത് എൻറ്റയർ എക്യുപ്മെൻറ്റ്സ് വാസ് റെഡി ടു ബി ഷിഫ്റ്റഡ്. സോ ഈ ആശിഷ് പറഞ്ഞ ഇത്രയും ആൾക്കാരെല്ലാം സത്യം പറഞ്ഞാൽ ആംബുലൻസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. So you need to plan meticulously so that what all things we can carry in our hand, because we can't take the spare for everything. എല്ലാത്തിനും സ്പെയർ space will be a constraint. So the meticulous planning makes sure the patient is transported. And in this case, I think the transporting team വളരെ efficient ആയിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമുക്കിവിടെ എത്തിക്കാൻ പറ്റി. കൂടെ തന്നെ ഞങ്ങൾക്ക് സ്പേസ് കുറവായതുകൊണ്ട് ദ സർജൻ ആൻഡ് ദ ഇന്റൻസിവിസ്റ്റ് ഒരു ബാക്കപ്പ് ടീം വാസ് ഫോളോയിങ് ദ ആംബുലൻസ് ഓൾസോ ത്രൂ ഔട്ട് ദ ട്രാവൽ ടു ദ ICU. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഈസ് മാനേജിങ് എൻ എക്മോ പേഷ്യൻ്റ് ഇൻ ICU. സാധാരണ തന്നെ ഒരു ICU പേഷ്യൻറ്റിനെ, ഒരു വെന്റിലേറ്റർ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് ഒരു ന്യൂമോണിയയോ ഹാർട്ട് ഫെയിലിയറോ കൊണ്ട് വെന്റിലേറ്ററിൽ കയറിയാൽ തന്നെ നമുക്ക് ആ പേഷ്യൻസിനെ റിക്കവർ ചെയ്തെടുക്കാൻ നല്ല ഡിഫിക്കൽട്ടാണ്. ബട്ട് ഈ എക്മോയും കൂടെ വരുമ്പോൾ, ഈ ഒരു എക്മോ പേഷ്യൻ്റ് ICUവിൽ എത്തുമ്പോൾ ചാലഞ്ചസ് ആർ സ്റ്റിൽ മോർ. അപ്പം ആ ഒരു പാർട്ട് മാനേജ് ചെയ്യാൻ ദ ICU ടീം ഹാസ് ബി വെൽ എക്യുപ്ഡ്. ഡോക്ടർ ആയിരുന്നു അന്നത്തെ ദിവസം കോൾ ഉണ്ടായിരുന്ന കൺസൾട്ടൻറ്റ്. ഈ ഒരു കേസ് ത്രൂ ഔട്ട് കൂടെ നിന്ന് മാനേജ് ചെയ്ത് മൊത്തം ഡോക്ടർ ഷൈഗിയും ഡോക്ടർ അസീമുമാണ്. സോ യുവർ എക്സ്പീരിയൻസ് ഓഫ് മാനേജിങ് ആൻ ICU പേഷ്യൻറ്റ്. ഈ പേഷ്യൻ്റ് ICUവിൽ വന്നപ്പോൾ ആക്ച്വലി ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നേരം CPR കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ എങ്ങനെ ഉണ്ടെന്ന് അൺസർട്ടൺ. അപ്പോൾ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഈ ഒരു പേഷ്യൻ്റ് കൊടുക്കണമെങ്കിൽ ആക്ച്വലി ബൈസ്റ്റാൻഡേഴ്സും അവർക്കൊരു ഉറപ്പ് വരണം, ഈ പേഷ്യൻ്റ് രക്ഷപ്പെടുമോ ഇല്ലേ. ഇത് പറയാനുള്ള സാഹചര്യത്തിലല്ല നമ്മൾ ആ സിറ്റുവേഷനും. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്തായാലും എക്മോയിലിരിക്കുന്ന ഒരു പേഷ്യൻ്റ് പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് ആകുമ്പോൾ ആവശ്യത്തിനുള്ള സെഡേഷനും അതുപോലെ മസിൽ റിലാക്സൻ്റ് ഉള്ള മെഡിക്കേഷൻസും ഒക്കെ പോകുമ്പോൾ ആ പേഷ്യൻ്റ് ഒരു റെസ്പോൺസും ഇല്ലാതെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ വെച്ച് പേഷ്യൻ്റ് ICUവിൽ നമ്മൾ റിസീവ് ചെയ്യുകയും ഓവർനൈറ്റ് മോണിറ്റർ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലൊരു സംശയമായിരുന്നു, ഈ പേഷ്യൻ്റ് ബ്രെയിൻ ഫങ്ഷൻ എങ്ങനെ ഇരിക്കും, നാളത്തേക്ക് നമുക്കൊന്ന് അക്സസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ രാവിലെ സ്വല്പം നേരത്തെ ആ പേഷ്യൻറ്റിൻ്റെ സെഡേറ്റീവ് മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ നിർത്തി ഒരു 2 hours കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചു നോക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്നറിയാം. ആക്ച്വലി ഒരു സർപ്രൈസ്, ഒരു മിറക്കുലസ് ഐ ഓപ്പണിംഗ് ആണ് ഞാൻ അവിടെ കണ്ടത്. ബിക്കോസ് ഒരു 75 minutes കഴിഞ്ഞ് ഒരാൾ ഈ രീതിയിൽ കണ്ടു നോക്കുന്നത് ആക്ച്വലി എൻ്റെ 25 years of experience ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ in India, I think in documented history, there has only been one patient with 60 minutes CPR who had recovery in brain function. But ഈ കേസിൽ 75 minutes of CPR with zero deficit.
അപ്പോൾ ഈ കണ്ണിങ്ങനെ സെൻസിബിളി തുറക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് പിന്നെ ഞാൻ ഒരുപാട് പേഷ്യൻറ്റിനെ സ്ട്രെയിൻ ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ചു. ബിക്കോസ് ഓൾറെഡി ആ ഹാർട്ട് വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു ഹാർട്ടിന് ഇനി ഒരുപാട് സ്ട്രെസ് കൊടുക്കണ്ട എന്ന് വിചാരിച്ച് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർ വിളിച്ച് ഞാൻ കാര്യങ്ങൾ ഇൻഫോം ചെയ്തു. സെൻസിബിളി കണ്ണ് തുറക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളവർക്ക് അസസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. വീണ്ടും സെഡേഷൻ കൊടുത്തു. ബൈസ്റ്റാൻഡേഴ്സിന് അതിന് മുന്നേ വിളിച്ച് നമ്മളൊന്ന് കാണിക്കുകയും ചെയ്തു. ബിക്കോസ് അവർക്കൊരു ഉറപ്പ് കിട്ടിയാലേ അവർ കൂടെ നമ്മുടെ കൂടെ സപ്പോർട്ടുമായിട്ട് നിൽക്കും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർ വളരെ തൃപ്തിയായിട്ട് പറഞ്ഞു, ഡോക്ടറെ കണ്ടിന്യൂ ചെയ്യാം, എത്ര എക്സ്പെൻസ് വന്നാലും കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. എന്തൊക്കെയാണ് മോണിറ്ററിംഗ് നമുക്ക് വേണ്ടത് ഈ അപ്പോൾ അത് കഴിഞ്ഞ് ആക്ച്വലി ഈ പേഷ്യന്റ് ICUയിൽ ഇരിക്കുമ്പോൾ നോർമലി നമ്മൾ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷേഴ്സ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. ഈ ബ്ലഡ് പ്രഷർ പ്രോപ്പറായിട്ട് എല്ലാ അവയവങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്താലേ ഓർഗൻ ഫെയിലിയർ വരാതിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു ചലഞ്ച്, വേറൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഈ പേഷ്യന്റ് എക്മോയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നോർമൽ ബ്ലഡ് പ്രഷേഴ്സ് നമുക്ക് റെഡി ആക്കിയിട്ടില്ല. അപ്പൊ അതിനകത്ത് മാപ്പ് എന്ന് പറയും, മീൻ ആർട്ടീരിയൽ പ്രഷർ. ആ പ്രഷറൊക്കെ മോണിറ്റർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആക്ച്വലി ഒരു ചലഞ്ച് തന്നെയാണ്. അതോടൊപ്പം ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരുന്നു. ആക്ച്വലി ഇന്റൻസിവിസ്റ്റ്, എക്മോ സ്പെഷ്യലിസ്റ്റ്, പെർഫ്യൂഷനിസ്റ്റ്, അതുപോലെ എക്മോ ട്രെയിൻഡ് ആയിട്ടുള്ള ICU നഴ്സുമാരുടെ പ്രസൻസ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അതുപോലെ ബാക്കിയുള്ള പല സ്പെഷ്യാലിറ്റിയിലെയും കൺസൾട്ടൻസിന്റെ ഒപ്പീനിയനും ഡിസ്കഷനും അവരുടെ ഓരോ ഇൻപുട്സും Basically, it is a multidisciplinary approach. ഇതെല്ലാം ചെയ്ത് ഒരു ഓർഗൻ ഫെയിലിയർ പോലും വരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇൻ 2 days ടൈം ആക്ച്വലി ആ ഹാർട്ട് ഫംഗ്ഷൻ സ്ലോലി ഇംപ്രൂവ്ഡ്. അപ്പൊ സാറ് പറയായിരുന്നു നമുക്ക് ഇനി ഒരുപാട് ദിവസം മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ, നമുക്ക് ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു സാറ് നമുക്കൊരു. So there comes the next challenge. പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്നപ്പോ പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ പമ്പിങ് അറൌണ്ട് 30% ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് over a period of 48 hours with intensive management of എല്ലാ കാര്യങ്ങളും of titrating the ECMO machine, ECMO flows, titrating the vasopressors and other inotropes, and gastric protection, adequate nutrition, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു multidisciplinary approach വെച്ചിട്ട് we were able to give rest to the heart and also rest to the protect the rest of the organs. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് 48 hours ഹാർട്ടിൻ്റെ പമ്പിങ് 30% നിന്ന് 50%ഓളം ഇൻക്രീസ് ആയി എക്കോ പാരാമീറ്റേഴ്സ് വഴി. സോ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ മെഷീൻ്റെ സപ്പോർട്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു 72 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മെഷീൻ്റെ സപ്പോർട്ട് പതുക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് പേഷ്യൻറ്റിനെ എക്മോ മെഷീനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റി. ആൻഡ് ഹി മേഡ് എ വെരി ഗുഡ് റിക്കവറി. ഒരു 6ാമത്തെ ദിവസം നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പേഷ്യൻ്റ്. അപ്പൊ അതിന് മുന്നേ തന്നെ വെന്റിലേറ്റർ ഇരിക്കുമ്പോഴും ഹി വാസ് എവേക്ക് ഇൻ ബിറ്റ്വീൻ. അതെ. അപ്പൊ എവേക്ക് ആയിരിക്കുമ്പോഴും നമ്മൾ സൈക്കോളജിക്കലി പോയി ഒരുപാട് പുള്ളിയെടുത്ത് പറഞ്ഞ് നമുക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് പോലെ വന്ന് നമ്മൾ വീണതേ ഉള്ളൂ. ഈ വലിയ ഇവന്റ്സ് ഒന്നും നമ്മൾ പറഞ്ഞില്ല. സൈക്കോളജിക്കലി തന്നെ പേഷ്യന്റിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും അദ്ദേഹത്തിന്റെ വൈഫിന്റെ കൂടെ വന്ന് സംസാരിച്ച് കംഫർട്ടബിൾ ആക്കാനും നമുക്ക് പറ്റുകയും ചെയ്തു. ആക്ച്വലി ഈ പേഷ്യന്റ് അവിടുന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്ന് വരുന്നവരെ നമുക്ക് പല ടീം ഇതിനകത്തുണ്ടെങ്കിൽ ദർ ഇസ് എ ഹാൻഡ് ഓഫ് ഗോഡ്. അതാണ് ആക്ച്വലി ഈ പേഷ്യന്റിന് ഒരു നമ്മളൊരു വേറെ വലിയൊരു ഒക്കറൻസ് ഒന്നും വരാണ്ട് ഈ ഒരു പേഷ്യന്റ് എങ്ങനെ സർവൈവ് ചെയ്യാൻ. ഈ ഒരു കേസിൽ വന്നാൽ നമുക്കൊരു മേജർ ചാലഞ്ച് ഈ ഒരു പർട്ടിക്കുലർ ടൈം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ എക്മോ മെഷീൻ്റെ കിറ്റും സപ്ലൈസും ആക്ച്വലി ഷോർട്ടേജ് ആണ് നമ്മുടെ നാട്ടിൽ. ബിക്കോസ് ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന കിറ്റാണ്. ഈ ഒരു പേഷ്യന് വേണ്ടി നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത് ദർ ഇസ് എ ഷോർട്ടേജ് ഓഫ് ദ ഫുള്ളി മെയ്ഡ് സെറ്റ്. സോ ദാറ്റ്സ് വെൻ the next challenge came, how to overcome that. So Dr. Aseem has to come up with an alternative plan. Cardiopon. So how did you try to overcome that? ഒരു അതിനകത്തൊരു ഓക്സിജനേറ്റർ, ഒരു പമ്പ്, പിന്നെ കുറെ ട്യൂബിങ്സ്, ഇതെല്ലാം കൂടെ പ്രീ അസംബിൾഡ് ആയിട്ടാണ് വരുന്നത്, ഒരു സിംഗിൾ കിറ്റായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഓഫ് ദ ഷെൽഫ്, നമുക്ക് പെട്ടെന്ന് എടുത്ത് കണക്ട് ചെയ്യാം. ഇതിപ്പം ആ ഒരു കിറ്റ് അവൈലബിൾ അല്ല. ഇപ്പം ഒരു ലൈസൻസിങ് ഇഷ്യൂസ് കാരണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തോ റെഗുലേഷൻസ് കാരണം ഇപ്പം ഇമ്പോർട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് ഓരോ കോമ്പണൻറ്റും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് അത് മൂന്നും കൂടെ അസംബിൾ ചെയ്തിട്ട് വേണം എക്മോയിലോട്ട് പോകും. അത് ഒരു ദാറ്റ് ഈസ് എ ചാലഞ്ച്. പെർഫ്യൂഷനിസ്റ്റിന് ആ ഒരു പ്രോസസ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ടു ഗെറ്റ് തിങ്സ് ടുഗെദർ. ഒരു നോർമൽ എക്കോ ഇനീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിതിൻ 5 minutes നമുക്ക് പേഷ്യൻറ്റിൻ്റെ എക്മോയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ എക്യുപ്മെന്റ്സ് നമ്മൾ കസ്റ്റം മെയ്ഡായിട്ട് ഒരു ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ദാറ്റ് മേ ടേക്ക് ഒരു എക്സ്ട്രാ 5 minutes ടു get everything together. That is a challenge because this 5 minutes ഓരോ മിനിറ്റും is critical in this patient's long term outcome. ഇവിടെ അടുത്തൊരു പാർട്ടിനകത്ത് മേജർ കമ്പോണന്റ് വരുന്നത് ഇത്രയും എക്യുപ്മെന്റ്സും ടൂൾസും എല്ലാം പ്രൊക്യൂറിങ് ഫ്രം ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ ടു ഇൻസൈഡ് ഇസ് എ ഹ്യൂജ് ടാസ്ക്. ബിക്കോസ് ഗെറ്റിംഗ് ഓൾ ദ ഈ ഇത്രയും എക്യുപ്മെന്റ്സ് പല സ്ഥലങ്ങളിൽ നിന്നും
പല നാടുകളിൽ നിന്നും വേണം നമ്മളിത് വരുത്താനായിട്ട്. സോ ഹൗ ഡസ് ദ മാനേജ്മെന്റ് സീ ദിസ്? സോ നമ്മളൊരു ആശുപത്രിയിൽ ഒരു സർജറിക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മളൊന്ന് ഒരു മേജർ സർജറിക്ക് പോവുകയാണെങ്കിൽ ഓൾവേസ് വീൽ ചെക്ക് അല്ലേ, വെതർ അവിടെ പ്രോപ്പറായിട്ട് തിയേറ്റർ ഉണ്ടോ, അവിടെ പ്രോപ്പറായിട്ട് ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടോ, വെന്റിലേറ്റർ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ PRS സിൻസ് 1986, സിൻസ് മൈ ഗ്രാൻഡ് ഫാദർ ഡേ ഹി സ്റ്റാർട്ടഡ്, he said that whatever the best possible treatment for that patient which is available should be made available. And because ആ കോസ്റ്റ് ഒരു ഫാക്ടർ കാരണം അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. സോ എക്മോ ആ പറഞ്ഞ ഒരു ഐഡിയയുടെ ഒരു ഒരു ക്ലാസിക് എക്സാമ്പിളാണ് PRSലെ എക്മോ പ്രോഗ്രാം. ബിക്കോസ് എക്മോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ നവീൻ അതിൻ്റെ വിലയൊക്കെ പറഞ്ഞു, വളരെ എക്സ്പെൻസീവായ മെഷീനാണ്. വളരെ അപൂർവം നമുക്ക് ഈ പറഞ്ഞ കാർഡിയക് അറസ്റ്റോ പേഷ്യൻസ് വരുവാണെങ്കിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. മോറോവർ ഈ പറഞ്ഞ പേഷ്യൻ്റ് കാർഡിയക് അറസ്റ്റായി വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അവരോട് ഒരു എമൗണ്ട് ചാർജോ ഒന്നും ചോദിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ഗോ ആൻഡ് സേവ് ദ പേഷ്യൻറ്റ്. എൻ്റെ ഒരു മെസ്സേജ്, നമ്മൾ ഏതൊരു ഫെസിലിറ്റിയിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അന്വേഷിക്കേണ്ട ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ് അവിടെ ഉണ്ടോ. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് വി ഹാവ് ദി not only the ECMO equipment but we also have the software to go along with it. We have a fantastic team from Dr. Aseem, Dr. Naveen, Dr. Ashish, Dr. Shaiji and many others, 17 others. ഈ പറഞ്ഞ 4-5 പേര് മാത്രമല്ല, ഇതിൻ്റെ പുറകെ ഒരു വലിയൊരു ടീമുണ്ട്. കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, എക്മോ ട്രെയിൻ നഴ്സസ്, dietitians, physiotherapy and all the other allied specialties who have supported this case. So my only request to a patient is, when you go for a treatment in a particular hospital, always ensure the best possible life-saving equipment is there. And I am sure more and more hospitals in the coming days will be thinking about an ECMO program, because that is the ultimate. ഇത് ഈ പറഞ്ഞ 75 മിനിറ്റ് CPR കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആശുപത്രിയിൽ നടന്നു പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ദിസ് വിൽ ഗീവ് കോൺഫിഡൻസ് ടു അതർ hospitals to start the ECMO program, and PRS will be always eager to help them out so that we can save more lives, which is why we are in this profession. So thank you all for the time, and we could share some good information to the public. Thank you. Thank you.